ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ടൈം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റാണ് ടെയിൽസ് ആൻഡ് ട്യൂൺസ്. ടെയിൽസ് മീൻസ് സ്റ്റോറീസ്, കഥകൾ. ട്യൂൺസ് അതിൻ്റെ ആ ധ്വനി. കുട്ടികളുടെ വ്യക്തിത്വ രൂപീകരണത്തിനും അവരുടെ വളർച്ചയ്ക്ക് വികാസത്തിന് കഥകൾക്ക് വലിയ റോളുണ്ട്, വലിയ പങ്കുണ്ട്. അവരുടെ കുട്ടികളുടെ സർഗാത്മക കഴിവുകളെ പരിപോഷിപ്പിക്കുക, അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള സദ്ഗുണങ്ങളെ അത് ഊട്ടിയുറപ്പിക്കുക, ശക്തമാക്കുക, അവർക്ക് നല്ല ആത്മവിശ്വാസം, ധൈര്യം ഇതൊക്കെ പകർന്നു കൊടുക്കുക, അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് വിജയകരമായി തരണം ചെയ്യാൻ പ്രാപ്തരാക്കുക. ഇതൊക്കെ ചെറുപ്പകാലത്ത് അവരുടെ ആ നിഷ്കളങ്ക മനസ്സുകളിലേക്ക് കുത്തിവെച്ചിട്ടുള്ള മുത്തശ്ശി കഥകൾക്ക് വലിയ പങ്കുണ്ട്. അപ്പോൾ ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കുന്നത് ഇതുപോലത്തെ കഥകളെക്കുറിച്ചാണ്. നമ്മുടെ ചെറുപ്പകാലത്ത് കേട്ട ചെറിയ ചെറിയ അർത്ഥവത്തായ കഥകൾ, ആ കഥകളെക്കുറിച്ചാണ് നമ്മുടെ പാഠം. ലെറ്റ്സ് ബിഗിൻ. മാർച്ച് 20 വേൾഡ് സ്റ്റോറി ടെല്ലിംഗ് ഡേ ആണ്. മാർച്ച് 20 വേൾഡ് സ്റ്റോറി ടെല്ലിംഗ് ഡേ ആണ്. സ്റ്റോറീസ് ഹാവ് കം ഡൗൺ ടു അസ് ഫ്രം അവർ എൽഡേഴ്സ് ആൻഡ് ബുക്സ്. കഥകൾ നമുക്ക് ലഭിക്കുന്നത് പുസ്തകങ്ങളിൽ നിന്നും നമ്മുടെ പൂർവീകരിൽ നിന്നും മുതിർന്നവരിൽ നിന്നുമാണ്. സ്റ്റോറീസ് വൺസ് ഹിയർഡ് മസ്റ്റ് ബി പാസ്ഡ് ഓൺ. ഒരിക്കൽ കേട്ട കഥകൾ അത് നമ്മൾ മറ്റുള്ളവർക്ക് കൈമാറണം. ഇഫ് വി ഡോണ്ട്, ഇനി നമ്മളങ്ങനെ പാസ് ചെയ്തിട്ടില്ലെങ്കിൽ, the stories and the arts of stories telling will slowly disappear from the earth. നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് കഥകളും കഥ പറച്ചിലെന്ന് പറയുന്ന കലാരൂപവും എല്ലാം നമ്മുടെ ഭൂമിയിൽ നിന്നും സാവകാശം ഇല്ലാതെയായിപ്പോകും. അപ്പോൾ കഥകൾ, കേൾക്കുന്ന കഥകളൊക്കെ നമ്മൾ പങ്കുവെക്കുകയും വേണം, പറയുകയും വേണം. Do you like to listen to stories? നിങ്ങൾ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? കഥകൾ കേൾക്കുന്നത് ഇഷ്ടമാണോ? What kind of stories would you like to listen to? ഏത് തരത്തിലുള്ള കഥകളാണ് കേൾക്കാൻ ഇഷ്ടം? Who tells you stories? ആരാണ് നിങ്ങളോട് കഥ പറഞ്ഞു തരല്? ആരാണ് നിങ്ങൾക്ക് കഥ പറഞ്ഞു തരല്? Do you tell stories? നിങ്ങൾ കഥ പറയാറുണ്ടോ? നിങ്ങൾ കഥ പറഞ്ഞു കൊടുക്കാറുണ്ടോ? ലെറ്റ്സ് റീഡ്. ഇവിടെ റീഡ് വാട്ട് വിമൽസ് ഗ്രാൻഡ് മദർ ഹാസ് ടു ടെൽ ഹിം അബൌട്ട് സ്റ്റോറീസ്. എന്താണ് വിമലിൻ്റെ ഗ്രാൻഡ് മദറിന് കഥകളെക്കുറിച്ച് പറയാനുള്ളത് എന്ന് നോക്കാം. വിമലിൻ്റെ ഗ്രാൻഡ് മദറിന് കഥകളെക്കുറിച്ച് എന്ത് പറയാനുണ്ടോ? വിമൽ ഈസ് എ ലക്കി ബോയ്. വിമൽ ഒരു ഭാഗ്യവാനാണ്. ഹി ഹാസ് എ ഗ്രാൻഡ് മദർ ഹൂ ടെൽസ് ഹിം ലോട്ട്സ് ഓഫ് സ്റ്റോറീസ്. ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു മുത്തശ്ശി അവനുണ്ടായിരുന്നു. എവറി നൈറ്റ് അറ്റ് ബെഡ് ടൈം ദർ ഈസ് എ സ്റ്റോറി ഫോർ ഹിം. എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്ന നേരം അവന് ആ മുത്തശ്ശി കഥ പറഞ്ഞു കൊടുക്കും. വാട്ട് ഫാൻറ്റാസ്റ്റിക് സ്റ്റോറീസ് ഗ്രാൻഡ് മദർ ഹാസ് ടോൾഡ് വിമൽ. എന്ത് നല്ല കഥകളാണ് മുത്തശ്ശി അവന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. സ്റ്റോറീസ് ഓഫ് ആനിമൽസ് ആൻഡ് ബേർഡ്സ്, ഓഫ് ക്ലവർ ആൻഡ് സെൻസ്ലെസ് പീപ്പിൾ, ഓഫ് മാജിക് ആൻഡ് മ്യൂസിക്, സ്റ്റാർ ആൻഡ് സേജസ് ആൻഡ് മെനി മോർ. മൃഗങ്ങളുടെയും പക്ഷികളുടെയും കഥ, ബുദ്ധിമാന്മാരുടെയും മണ്ടന്മാരുടെയും കഥ, മാജിക്കിൻ്റെയും സംഗീതത്തിൻ്റെയും കഥ, നക്ഷത്രങ്ങളുടെയും സന്യാസിമാരുടെയും കഥ. ഈ കഥകളൊക്കെ കൂടാതെ മറ്റനേകം കഥകളും മുത്തശ്ശി അവന് പറഞ്ഞു കൊടുക്കും. വൺ ഡേ, ഒരു ദിവസം, വിമൽ ആസ്ക്ഡ് ഹിസ് ഗ്രാൻഡ് മദർ ഇഫ് സ്റ്റോറീസ് ഗ്രൂ ഓൺ ട്രീസ്. മുത്തശ്ശിയോട് കഥകൾ മരങ്ങളിൽ ഉണ്ടാവുന്നതാണോ, ഉണ്ടായവയാണോ എന്ന് ചോദിച്ചു.
She laughed and said, "No, not on trees." അവൾ ചിരിച്ചിട്ട് പറഞ്ഞു, ഇല്ല, അല്ല, മരങ്ങളിലല്ല ഉണ്ടാവുന്നത്. Then where do we get the stories from? പിന്നെ എവിടെ നിന്നാണ് നമുക്ക് കഥകൾ കിട്ടുന്നത്? വിമൽ ചോദിച്ചു. I got them from my grandmother. എനിക്ക് എൻ്റെ മുത്തശ്ശിയിൽ നിന്നാണ് അവ കിട്ടിയത്. I in turn tell you. ഞാൻ അവ നിനക്ക് പറഞ്ഞിരുന്നു. വിമൽ remember to tell you friends these stories so that they can also enjoy them. വിമൽ, നീ കഥ നിൻ്റെ കൂട്ടുകാരോടും പറയണം, എന്നാൽ അവർക്കും അവ ആസ്വദിക്കാനാകുമല്ലോ. But വിമൽ said, "No, I don't want to tell them any of the stories." വിമൽ പറഞ്ഞു, ഇല്ല, ഞാൻ അവരോട് ഇതിൽ നിന്നുള്ള ഒരൊറ്റ കഥ പോലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. They are my stories, my treasure. I don't want to give them away. ഈ കഥകൾ, ഇത് എൻ്റെ കഥകളാണ്, എൻ്റെ നിധിയാണ്. അവ ഞാൻ വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. Don't be silly, my boy. മണ്ടത്തരം പറയാതിരിക്കൂ എൻ്റെ കുട്ടി. Stories are meant to be told, listen and tell. That is law of the story's kingdom, his grandmother said. കഥകൾ പറയാനുള്ളതാണ്. ശ്രദ്ധിക്കുകയും കേൾക്കുകയും പറയുകയും ചെയ്യുക. അതാണ് കഥ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നിയമം. കഥയുടെ നിയമം അതാണ്. പരസ്പരം കൈമാറണം. ഇതാണ് വിമലിൻ്റെ മുത്തശ്ശിക്ക് കഥകളെക്കുറിച്ച് പറയാനുള്ളത്. അവസാനം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് വിമലിൻ്റെ ഗ്രാൻഡ് മദർ. സ്റ്റോറീസ് ആർ മീൻ ടു ബി ടോൾഡ്, ലിസൺ ആൻഡ് ടെൽ. ദാറ്റ് ഈസ് ദ ലോ ഓഫ് ദ സ്റ്റോറി കിങ്ഡം. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഗ്രാൻഡ്മാസ് സ്റ്റേറ്റ്മെൻറ്റ്? വിമലിൻ്റെ ഗ്രാൻഡ്മയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് നിങ്ങൾ എങ്ങനെയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിനെ, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ലയോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? യെസ്, നമ്മൾ അഗ്രി ചെയ്യും. ഞാൻ അഗ്രി ചെയ്യുന്നുണ്ട്. I agreed with the grandma because if you don't share stories with others, the stories cannot exist in the world. It should be passed from generation to generation. കഥകൾ പറയാനുള്ളതാണ്. നമുക്ക് കിട്ടിയ കഥകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ, മറ്റുള്ളവരോട് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ കഥകൾക്ക് പിന്നെ നിലനിൽപ്പുണ്ടാവില്ല. അതിങ്ങനെ പാസ് ചെയ്യണം. ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് ഇങ്ങനെ പാസ് ചെയ്യണം. അതാണ് കഥയുടെ നിയമം, അല്ലേ? ഇതാണ് ഗ്രാൻഡ് മദറുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സ്റ്റോറീസ് ഗോ ബിയോണ്ട് ദ ബൗണ്ടറീസ് ഓഫ് ടൈം ആൻഡ് സ്പേസ്. കഥകൾ പരിധികൾക്കും അപ്പുറമാണ്. കഥകൾക്ക് പരിധിയില്ല, സമയമില്ല, സ്ഥലമില്ല. പരിധിയില്ല, സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്താ? നമ്മൾ മറ്റു രാജ്യങ്ങളിലുള്ള കഥകൾ നമുക്കറിയാം. ഹെർക്കുലീസിൻ്റെയും ഡ്രാക്കുളയുടെയും ഇങ്ങനെ തുടങ്ങി മറ്റ് രാഷ്ട്രങ്ങളിലെ കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ കഥകൾ നമ്മൾ മറ്റു രാജ്യങ്ങളിലുള്ള ആളുകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ കഥക്ക് സ്പേസില്ല, സമയമില്ല. നമ്മൾ എത്രയോ മുമ്പ് നടന്ന കഥകൾ നമ്മളിപ്പോഴും കേൾക്കുന്നു. പണ്ട് കാലങ്ങളിൽ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു കഥയാണ് ആമയും മുയലുമുള്ള പന്തയം. ആ പന്തയം ഞാൻ പഠിക്കുമ്പോൾ സ്കൂളിലുണ്ട്, പഠിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളും അത് പഠിക്കുന്നുണ്ട്. അത് കൈമാറി വരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്കും ആ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു സമയമോ അല്ലെങ്കിൽ സ്ഥലമോ ഒന്നുമില്ല, അതിനൊക്കെ അപ്പുറത്താണ് കഥകൾ. They lead us to wisdom. Can you tell a story that you have heard from your grandparents, elders, friends? നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസോ എൽഡേഴ്സിൽ നിന്നോ കൂട്ടുകാരിൽ നിന്നോ ഒക്കെ കിട്ടിയിട്ടുള്ള കഥകൾ നിങ്ങൾക്ക് പറയാൻ കഴിയും. Have you heard of the famous storyteller Aesop?
ഈസോപ്പ് എന്ന് പറയുന്ന പ്രസിദ്ധനായ കഥ പറച്ചിലുകാരനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹി വാസ് എ ഗ്രീക്ക് സ്ലാവ് ഹൂ ലിവ്ഡ് ഇൻ 600 BC 600 ജീവിച്ചിരിക്കുന്ന ഒരു ഗ്രീക്ക് അടിമയാണ് ഈസോപ്പ്. ഈസോപ്പ് ഡിഡ് നോട്ട് ഇൻ ഫാക്ട് റൈറ്റ് ദ ഫാബിൾസ് ഹി ടോൾഡ്. ഈസോപ്പ് ഒരു പറഞ്ഞ കഥകളൊന്നും യഥാർത്ഥത്തിൽ അദ്ദേഹം എഴുതിയതായിരുന്നില്ല. ദ ഹാവ് ബീൻ ഓറലി പാസ്ഡ് ഓൺ ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. അത് ഓറലിയായിട്ട്, വാമൊഴിയായിട്ട് തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് കടന്നു വന്നവയാണ്. ദേ സ്റ്റിൽ ലിവ് ഇൻ ദ മൈൻഡ്സ് ഓഫ് പീപ്പിൾ. അത് ഇന്നും ജനങ്ങളുടെ മനസ്സുകളിൽ ജീവിക്കുന്നു, സജീവമായിരിക്കുന്നു. ഇന്നും ജനങ്ങൾ ആ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലെറ്റ്സ് റീഡ് വൺസ് ഓഫ് ഈസോപ്പ് ഫാബിൾ. ഈസോപ്പിൻ്റെ ഒരു ഫാബിൾ നമുക്ക് വായിക്കാം. എ ഫാബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഫാബിൾ ഈസ് എ ട്രഡീഷണൽ ഷോർട്ട് സ്റ്റോറി ദാറ്റ് ടീച്ച് എ മോറൽ. ഫാബിൾ എന്ന് പറഞ്ഞ ഒരു പരമ്പരാഗതമായ ചെറുകഥ. അതിൽ നമുക്കൊരു ഗുണപാഠമുണ്ടാകും. എസ്പെഷ്യലി വൺ വിത്ത് ആനിമൽസ് ആസ് ക്യാരക്ടേഴ്സ്. പ്രധാനമായും മൃഗങ്ങളായിരിക്കും അതിലെ ക്യാരക്ടേഴ്സ് ഉണ്ടാവുക. അപ്പോൾ ചെറിയ കഥയാണ്. ചെറിയ കഥയിൽ നല്ലൊരു ഗുണപാഠവും ഉണ്ടാകും. എ റിച്ച് വോയേജർ ഫ്രം അഥീന ഫ്രം ഏതൻസിലെ ഒരു ധനികനായ സമുദ്ര സഞ്ചാരി വാസ് ഓൺ എ വോയേജ് വിത്ത് 2 കമ്പാനിയൻ. ഒരിക്കൽ 2 ചങ്ങാതിമാരോടുകൂടി സമുദ്രയാത്ര ചെയ്യുകയായിരുന്നു. വോയേജർ എന്ന് പറഞ്ഞാൽ സമുദ്ര സഞ്ചാരികൾക്ക് പറയുന്ന പേരാണ് വോയേജർ. പേഴ്സൺ going on a long journey, especially to the unknown parts of the world by sea. Voyage means a long journey by sea. സമുദ്രയാത്രക്കാണ് വോയേജ്. വോയേജർ എന്ന് പറഞ്ഞാൽ ആ യാത്ര ചെയ്യുന്ന ആൾക്ക് പറയുന്ന പേരാണ്. അപ്പോൾ അയാൾ എ റിച്ച് വോയേജർ ഫ്രം ഏതൻസ് വാസ് ഓൺ എ വോയേജ് വിത്ത് 2 കമ്പാനിയൻ. ഇൻ ദ കോഴ്സ് ഓഫ് ദെയർ വോയേജ് a violent storm blew up and capsized the ship. അവരുടെ യാത്രക്കിടയിൽ കൊടുങ്കാറ്റ് വീശുകയും കപ്പൽ മറിയുകയും ചെയ്തു. സ്ട്രോം മീൻസ് ശക്തമായ കാറ്റിനാണ്. വെരി ബാഡ് വെതർ വിത്ത് സ്ട്രോങ് വൈൻഡ്സ്, റെയിൻ ആൻഡ് തണ്ടർ. ഇതിനൊക്കെയാണ് മഴ, ഇടിമിന്നൽ മുതലായവയെ കൂടിയുള്ള ഒരു കാലാവസ്ഥ, പ്രകൃതി ക്ഷോഭം എന്നൊക്കെ പറയും. ഈ പ്രകൃതിക്ഷോഭം, കാപ്സീഡ് മീൻസ് മറിയുക, ടു ടേൺ ഓവർ, മറിയുക. അങ്ങനെ ആ കപ്പൽ നല്ല പ്രകൃതിക്ഷോഭത്തിൽ കപ്പൽ മറിഞ്ഞു. ദ കമ്പാനിയൻസ് ട്രൈഡ് ടു സ്വിം അഷോർ. അവൻ്റെ കൂടെയുണ്ടായിരുന്ന, ആ റിച്ച് വോയേജറുടെ കൂടെയുണ്ടായിരുന്ന 2 കമ്പാനിയൻ, അവർ 2 പേരും കരയിലേക്ക് നീന്താൻ വേണ്ടി ശ്രമിച്ചു. ബട്ട് ദ റിച്ച് വോയേജർ കെപ്റ്റ് കോളിംഗ് ഓൺ അഥീന. പക്ഷേ നമ്മൾ ആ ധനികനായ യാത്രക്കാരന്, സമുദ്രസഞ്ചാരി അഥീനയെ വിളിക്കാൻ വേണ്ടി വിളിച്ചു. ദ ഗോഡസ് ഓഫ് ഏതൻസ്. അഥീന എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൻസിലെ ദേവതയാണ് അഥീന. എന്നിട്ട് ആൻഡ് പ്രോമിസ് ഹെർ ലാവിഷ് ഓഫറിങ് ഇഫ് ഹി എസ്കേപ്ഡ്. രക്ഷപ്പെടുകയാണെങ്കിൽ നേർച്ചകൾ നേരുകയും ചെയ്തു. ധാരാളം നേർച്ചകളൊക്കെ നേർന്നു രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വൺ ഓഫ് ഹിസ് ഷിപ്പ് wrecked companion, as he saw swam past, shouted to him, "Don't leave it all to Athena. Use your arm as well." അപ്പോൾ ഈ മുറിഞ്ഞു വീണ കപ്പലിൽ നിന്ന്, കപ്പൽ ഛേദം സംഭവിച്ചിട്ടുള്ള ഷിപ്പ് wrecked എന്ന് പറഞ്ഞാൽ ഈ മറിഞ്ഞിട്ടുള്ള കപ്പൽ, ആ കപ്പലിൽ പെട്ടിട്ടുള്ള അതിൽ നിന്നും നീന്തി രക്ഷപ്പെട്ട ഒരാൾ
ഉച്ചത്തിൽ പറഞ്ഞു, "Don't leave it all to Athena. Use your arm as well." എല്ലാം അഥീന ദേവതയ്ക്ക് വിട്ടുകൊടുക്കാതെ നിങ്ങളുടെ കൈയും കൂടി ഉപയോഗിക്കൂ, അതായത് നീന്തി രക്ഷപ്പെടാൻ ശ്രമിക്കൂ എന്നാണ്. കോളോൺ മീൻസ് സഹായാഭ്യർത്ഥന നടത്തുക. കോളോൺ സഹായാഭ്യർത്ഥന. ഷോർ എന്ന് പറഞ്ഞാൽ ടു ദ ഷോർ, തീരത്തേക്ക്. ലാവിഷ് മീൻസ് വളരെ വലുതായ, ധാരാളം. ഗ്രേറ്റ് ഇൻ എക്സ്റ്റെൻറ്റ്. ഓഫറിങ് പറഞ്ഞാൽ നേർച്ചകൾ, തിങ്സ് ഓഫേർഡ്. ഷിപ്പ് വ്രക്കഡ് മീൻസ് കപ്പലിന് ഛേദം സംഭവിക്കുക. അപ്പം ഇതാണ് നമ്മുടെ ഒരു ഫാബിൾ. ഇതിൽ വാട്ട് മെസ്സേജ് ഡസ് ദ ഫാബിൾ കൺവേ? ഈ കഥ നമുക്ക് നൽകുന്ന ഗുണപാഠം എന്താണ്? മെസ്സേജ്, എന്ത് മെസ്സേജാണ് ഇതിലുള്ളത്? എന്ത് മെസ്സേജാണ് നമുക്ക് കഥ നൽകുന്നത്? യെസ്, നമ്മൾ എന്ത് ചെയ്യണം? മസ്റ്റ് വർക്ക് ഹാർഡ് ആസ് യു ക്യാൻ. The rest will be done by God. That means if we do our part well, God will do something for us. നമ്മൾ നമ്മുടെ ഭാഗം നന്നായിട്ട് അധ്വാനിച്ച് നേടണം, അധ്വാനിക്കണം. എന്നാൽ ദൈവത്തിൻ്റെ ഭാഗത്തിൽ നിന്നുള്ളതൊക്കെ ദൈവം തരും. പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളതൊക്കെ പഠിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഒന്നും പഠിക്കാതെ പരീക്ഷാ ഹാളിൽ വന്നിരുന്നു കൊണ്ട് വരുന്ന ഉത്തരങ്ങളൊക്കെ എളുപ്പമാകണേ, വരുന്ന ചോദ്യങ്ങളൊക്കെ എളുപ്പമാകണേ, കിട്ടുന്ന ചോദ്യങ്ങളാകണേ എന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യമില്ല. നമ്മൾ നന്നായി പഠിക്കുക, എന്നിട്ട് പഠിച്ച ഭാഗത്തുനിന്ന് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതായത് നമ്മൾ ഇഫ് വി ഡു അവർ പാർട്ട് വെൽ, ഗോഡ് വിൽ ഡു സംതിങ് ഫോർ അസ്. ഇതാണ് ഈ പാഠത്തിൻ്റെ, ഈ കഥയിലെ ഗുണപാഠം, കഥയുടെ മെസ്സേജ്. ഇനി നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി, given below are some proverbs and sayings. Which of these can be taken as the moral of the story? Why? നമ്മുടെ കഥയിലെ മെസ്സേജുമായി ബന്ധപ്പെട്ട്, കഥയിലെ ഗുണപാഠവുമായി ബന്ധപ്പെട്ട ഒരു കഥ ഇതിലുണ്ട്. അത് ഏതാണ് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഏതാണ് ഇത്? ഞാൻ പറഞ്ഞുതരാം. ഗോഡ് ഹെൽപ്സ് ദോസ് ഹൂ ഹെൽപ്സ് ദംസെൽസ്. അല്ലേ? കാരണം എന്താ? ആ റിച്ചായിട്ടുള്ള വോയേജർ അദ്ദേഹം സ്വന്തമായി ഒന്നും ചെയ്യാൻ നിന്നിട്ടില്ല. വോയേജർ ഡസ് നോട്ട് ഡു എനിത്തിങ്. ഹി ഓൺലി കോൾ ഓൺ അഥീന ആൻഡ് പ്രോമിസസ് ഹെർ ലാവിഷ് ഓഫറിങ്. അല്ലേ? അപ്പം അതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദ പ്രോവേർബ്സ് ഗിവൺ ബിലോ. വാട്ട് മെസ്സേജ് ഡു ദേ കൺവേ? ഡിസ്കസ്. താഴെ കൊടുത്തിരിക്കുന്ന കടങ്കഥകൾ പരിശോധിച്ച് അതിൽ എന്ത് മെസ്സേജാണ് നമുക്ക് നൽകുന്നത്? എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. എന്താണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്? ഇത് എന്തുമായി ബന്ധപ്പെട്ട കടങ്കഥയാണ്? ക്വാളിഫിക്കേഷൻ ഓഫ് എ ഫ്രണ്ട്. Am I right? Qualification of a friend. True friends are very rare. Yet true friends is one who is helpful to the friends in his need. True friendship can be judged only in the time of crisis. Am I right? True friendship can be judged only in the time of crisis. A real friend is always ready to help his friend even
ഇഫ് ഹി ഈസ് നോട്ട് എ പൊസിഷൻ ടു ഹെൽപ്പ്. അതായത് നല്ലൊരു കൂട്ടുകാരനാണെങ്കിൽ നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, നമുക്ക് ആവശ്യം വരുമ്പോൾ അവൻ നമ്മളെ സഹായിക്കും. ആവശ്യം വരുമ്പോൾ സഹായിക്കുന്നവനാണ് നമ്മുടെ കൂട്ടുകാരൻ. ഗോഡ് ഹെൽപ്സ് ദോസ് ഹൂ ഹെൽപ്പ് ദംസെൽവ്സ്. ഇതാണ് രണ്ടാമത്തെ പ്രോവർബ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് ഹാർഡ് വർക്കാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. നമ്മൾ ചർച്ച ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ മറ്റൊരു ചോദ്യമുണ്ട്. Now match each of the proverbs on the left with its meaning on the right. ഇവിടെ പ്രോവർബ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മീനിങ് ഇപ്പുറത്തും കൊടുത്തിട്ടുണ്ട്. അപ്പം ഏതാണ് കറക്റ്റായിട്ടല്ല കൊടുത്തിട്ടുള്ളത്, അത് ഏതാണ് എന്നുള്ളത് റെഡിയാക്കുക. ദ ഫസ്റ്റ് വൺ ഈസ് ഡൺ ഫോർ യു. ഒന്നാമത്തെ നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കി തന്നിട്ടുണ്ട്. ബാക്കി ഇൻഷാ അല്ലാഹ് നിങ്ങൾ വർക്കായിട്ട് ചെയ്യുക. ഒന്നാമത്തെ വർക്ക് ഇതാണ്. ഇത് റെഡിയാക്കി നേരെയാക്കി എഴുതുക. രണ്ടാമത്തെ വർക്ക്, യുവർ ടീച്ചർ വിൽ ഹെൽപ്പ് യു വിസിറ്റ് ദ വെബ്സൈറ്റ് www.aesopfables.com ആൻഡ് റീഡ് ദ സ്റ്റോറീസ്. മാച്ച് ദം വിത്ത് ദ മോറൽ ദേ കൺവേ. സ്റ്റോറി അതുപോലെ അതിൻ്റെ മോറൽ. നമ്മുടെ ഫാബിൾസ്, ഈസോപ്പിൻ്റെ ഫാബിൾസ് പെട്ട കഥകളാണിത്. ഫാദർ ആൻഡ് ഹിസ് സൺ, ദ ഫോക്സ് ആൻഡ് ദ ലയൺ, ദ ഫോക്സ് ആൻഡ് ദ ഗോട്ട്, ദ ലയൺ ആൻഡ് ദ ബുൾസ്, മെർക്കുറി ആൻഡ് ദ വർക്ക്മാൻ. ഇത് നിങ്ങൾ ഈ കഥകൾ നെറ്റിൽ നോക്കി കഥയുടെ പേരടിച്ചാൽ തന്നെ നിങ്ങൾക്കതിൻ്റെ കഥ വരും. കഥയും വരും, അതിൻ്റെ അടിയിൽ മോറലും വരും. അപ്പോൾ അതിൽ നോക്കി എഴുതാതെ ഈ 5 കഥകൾ, ആ കഥകൾ നിങ്ങൾ വായിച്ചിട്ട് ആ കഥകൾ മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് ഗൂഗിൾ മീറ്റിൽ വരുമ്പോൾ ഞാൻ ചോദിക്കും കഥകൾ. അപ്പോൾ ആ കഥ പറഞ്ഞു തരണം. ഇത് കറക്റ്റാക്കി എഴുതും വേണം. ആ കഥ നിങ്ങൾ മനസ്സിലാക്കി പറഞ്ഞു തരികയും വേണം. ഓക്കെ, ഈ 2 വർക്കാണ് ഇന്നത്തേതുള്ളത്. ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ കമൻ്റ് ഇടാൻ മറക്കരുത്. താങ്ക് യു വെരി മച്ച്.